നവാഗതനായ സന്തോഷ് പണ്ഡിറ്റ് ഒരുക്കുന്ന കൃഷ്ണനും രാധയും എന്ന സിനിമയാണ് റിലീസിന് മുമ്പേ തന്നെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തിയിട്ടുള്ളത്. മലയാളമടക്കം 3 ഭാഷകളിൽ ചിത്രീകരണം പൂർത്തിയാകുന്ന ഈ സിനിമയിലെ ഒരു ഗാനമാണ് ഇന്റർനെറ്റിലെ വീഡിയോ കൂട്ടായ്മയായ യൂട്യൂബ് വഴി വിവാദങ്ങളിൽ സ്ഥാനം പിടിച്ചത്. യൂട്യൂബിൽ കൂതറ ആൽബം എന്ന പേരിൽ ആരോ അപ്ലോഡ് ചെയ്ത ഈ ഗാനരംഗം സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്നു എന്ന നിലയിലും സിനിമയുടെ പേരിൽ നടക്കുന്ന മുതലെടുപ്പിനും ഉദാഹരണമാകുന്നു എന്ന നിലയിലാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുള്ളത്. ഈ ഗാനരംഗത്തിൽ സംവിധായകൻ സന്തോഷ് പണ്ഡിറ്റും ഒരു കൗമാരക്കാരിയും ചേർന്ന് അഭിനയിക്കുകയാണ്. ഇതിലെ ചില അംഗവിക്ഷേപങ്ങളും അനാവശ്യമായ കയ്യേറ്റങ്ങളുമാണ് ഈ പാട്ടിനെ ചൂടൻ ചർച്ചയാക്കിയിട്ടുള്ളത്. കല്യാണ പെണ്ണേ കസ്തൂരി മൈനേ കണ്ണു തട്ടാതെ കണ്ണിമ വെക്കാതെ തരികിടമേളം നാദസ്വരം വേണം 7 സ്വരം വേണം പൂമാലയും പൊൻതാലിയും മൈലാഞ്ചിയും ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി ജന്മം പുനർജന്മം നീ എന്നും കാമാക്ഷി പ്രേമം പുതുപ്രേമം നീ എന്നും അനുരാഗി എന്നാൽ ഈ ഗാനത്തിൽ കടന്നുവന്ന ഇത്തരം രംഗങ്ങൾ മനഃപൂർവ്വമല്ലെന്നാണ് സംവിധായകന്റെ നിലപാട്. സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയോഗവും ഈ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഇൻഡസ്ട്രിയിലെ അസൂയക്കാരാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിലെന്നുമാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ നിലപാട്. മനഃപൂർവ്വമല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ആത്മാർത്ഥമായിട്ടാണ് ആളുകൾ വിമർശിക്കുന്നത്. വിമർശനം 2 തരം ഉണ്ടല്ലോ. ഒന്ന് എങ്ങനെയും നശിക്കട്ടെ, ഇവൻ ഇനി ഒരിക്കലും നന്നാവരുത്, കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രതിഭയുള്ളവർ വന്നു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ വരാം. അതല്ല, ചിലർക്ക് അതിൽ ആത്മാർത്ഥയോടെയാണ് പറയുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മൾ ഇത് തിയേറ്റർ വേർഷനല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു തിയേറ്റർ വേർഷനല്ല. തിയേറ്ററിലേക്ക് എത്തുന്നത് മാത്രമല്ല, തിയേറ്ററിന് മുമ്പായിട്ട് അത് ഗ്രേഡിയൻ്റ് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ദിവസം വർക്ക് 2 പാട്ടിലുണ്ട്, മനസ്സിലാക്കും. ഇത് ഫുൾ വേർഷനല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മോറൽ സൈഡ് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ കൊടുത്തൊരു കാര്യമാണത്. അപ്പോൾ അത് വെച്ചിട്ട് അത്രയും വിവാദം ഉണ്ടാക്കുന്നത്, എന്നിട്ട് തിയേറ്ററിലേക്ക് പോയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ പറയുന്ന വിമർശനങ്ങളെ എനിക്ക് ഒന്നും കൂടെ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അതിലേക്ക് പോകാൻ സമയമില്ല, ഞാൻ ഷൂട്ടിംഗ് 8 സോങ് അടക്കം തീർക്കാനുണ്ട്. May 1 റിലീസാണ്. അപ്പോൾ അതൊന്നും കൂടെ ഞാൻ കണ്ട് കുറച്ചുകൂടെ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ചാൻസ് സംഭവിച്ചതാണ്. കാരണം വെച്ചാൽ ഫിലിം ഡയറക്റ്റ് ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പോൾ അവിടെ വിഷ്വലിൽ എവിടെയെങ്കിലും ഇത് വന്നിട്ടുണ്ടോ എന്നുള്ള എനിക്ക് അത്ര നോക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ച് നീളമുള്ള കുട്ടിയാണ്, ആ കുട്ടിയാണെങ്കിൽ കുറച്ച് ചെറിയ കുട്ടിയാണ്. അപ്പോൾ ബാക്കിലൂടെയൊക്കെ വരുമ്പോൾ എനിക്ക് ഇവിടെ വിഷ്വൽ കാണുകൂടെ ചെയ്യുമ്പോഴേ എനിക്ക് അതിൻ്റെ അത് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എഡിറ്റിങ്ങിൽ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സോങ് ഓപ്രി എന്നുള്ള സോങ് എൻ്റെ ഓർമ്മയിൽ 5.5 മിനിറ്റ് സോങ്ങാണ്. അപ്പോൾ നമ്മൾ ആ 5.5 മിനിറ്റ് അളന്ന് മുറിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ എറണാകുളം ക്യാമ്പസിൽ വരെ വളരെ എല്ലാ കുട്ടികളും പാടുന്നു എന്നാണ് പറഞ്ഞത്. വിവാദങ്ങളും ചർച്ചകളും പുരോഗമിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. വെള്ളിത്തിരയുടെയും ടെലിവിഷൻ സ്ക്രീനിന്റെയും ഭ്രമിപ്പിക്കുന്ന ലോകത്തേക്ക് ആകർഷകരായി എത്തുന്നവരെ മുതലെടുക്കുന്നവർ വർദ്ധിച്ചു വരികയാണ്. നല്ല ഉദ്ദേശത്തോടെ സിനിമയും ആൽബവും ചിത്രീകരിക്കുന്നവർക്ക് പോലും അപമാനമാകുന്ന കാഴ്ചകൾ വർദ്ധിച്ചു വരുന്നു. ഏതു മേഖലയിലും കള്ളനാണയങ്ങൾ അരങ്ങുവാഴുന്ന പുതിയ കാലത്ത് എങ്ങനെയെങ്കിലും പബ്ലിസിറ്റി കിട്ടുക എന്ന ലക്ഷ്യത്തോടെ വിഡ്ഢിവേഷം കെട്ടുന്നവർ കരുതിയിരിക്കുക. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്നവർ നിങ്ങൾക്ക് പ്രതിരോധം തീർത്തേക്കാം. ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സമൂഹത്തെ അഭിമുഖീകരിക്കുക. ക്യാമറമാൻ രാഹുലിനൊപ്പം രാജേഷ് പറമ്പിൽ, സ്പൈഡർനെറ്റ് ന്യൂസ്.